ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ. രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് നമ്മൾ ഇസ്രായേൽ രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ശലോമോന്റെ കാലശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ്യ എന്ന പേരിലും 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്നും അറിയപ്പെട്ടു. ഇസ്രായേൽ എന്ന വടക്കേ രാജ്യത്ത് മൊത്തം 19 രാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ രാജാവായ യെരോബിയാമിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുവല്ലോ. ഇന്ന് ഇസ്രായേലിലെ 18 രാജാക്കന്മാരിൽ 8 പേരെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. അകാല മരണം വരിച്ച നാദാബ് ആണ്. ഇസ്രായേൽ രാജാവായിരുന്ന യെരോബിയാമിന്റെ മകനാണ് നാദാബ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് രാജാവായ ഈ നാദാബ് കേവലം 2 വർഷം മാത്രമേ ഭരണാധിപനായി തുടർന്നുള്ളൂ. ബയശ എന്നൊരുവൻ അവന് നേരെ കൂട്ടിക്കെട്ടുണ്ടാക്കുകയും നാദാബിനെ കൊന്നുകളയുകയും ചെയ്തു. സവിസ്തരമായ ചരിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാദാബിൻ്റെ അകാല മരണത്തിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. 1. പിതാവിൻ്റെ അകൃത്യമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തൻ്റെ അപ്പൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൻ്റെ വഴിയിലും നടന്നു എന്നാണ് 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 2ാമത്തെ കാരണം, അഹിയാവ് എന്ന പ്രവാചകൻ യെരോബിയാമിൻ്റെ ഭാര്യയോട് പറഞ്ഞ ദൂതിനകത്ത് നിന്റെ തലമുറ തകർന്നു പോകും എന്ന ഒരു വചനമുണ്ടായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-9 മുതൽ 11 വരെയുള്ള വാക്യം. നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും നീ ചെന്ന് സേവിച്ചു. എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് യെരോബിയാമിന്റെ കുടുംബം തീരെ മുടിഞ്ഞു പോകും. 2. പൊടിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ബയശ എന്ന മനുഷ്യനാണ്. ഇസാഖാർ ഗോത്രക്കാരനായിരുന്ന അഹിയാവിൻ്റെ മകനായിരുന്നു ബയശ. ബയശയുടെ ചരിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 15-27 മുതൽ 16-6 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. തിർസയിലെ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് അവൻ 24 വർഷം ഭരിച്ചു. എങ്കിലും യെരോബിയാമിൻ്റെ പാപവഴികളിൽ തന്നെ അവൻ തുടർന്നിരുന്നു എന്ന് 1 രാജാക്കന്മാർ 15-33-34 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ബയശ ഒരു കാര്യം കൂടി ചെയ്തു. തെക്കേ രാജ്യമായ യഹൂദ്യയിലെ രാജാവായ ആസയോടും അവൻ ശത്രുത പുലർത്തി. ആസയുടെ രാജ്യത്തുണ്ടായിരുന്ന രാമ എന്ന പട്ടണം ഇവൻ ഇവിടെ നിന്ന് പോയി അവിടെ പണിയാൻ തുടങ്ങി. സഹിയട്ട ആസ ദമശേക്കിലെ രാജാവായ ബെൻഹദദുമായി സഖ്യത ചെയ്തുകൊണ്ട് ബയശയ്ക്ക് നേരെ യുദ്ധത്തിനായി ഒരുമ്പെട്ടു. ഇതറിഞ്ഞ ബയശ രാമയിലെ പണി നിർത്തൽ ചെയ്തു. ആസ പുറപ്പെട്ടു വന്ന് ബയശ രാമയിലേക്ക് കൊണ്ടുവന്ന എല്ലാ കല്ലും മരങ്ങളും എടുത്തുകൊണ്ടുപോയി മിസ്പ എന്ന പട്ടണം പണിത് ഉറപ്പിച്ചു. ഇടയ്ക്ക് നാം ഒരു കാര്യം ഓർത്തിരിക്കണം. ഇസ്രായേലിലെ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ഇടപെടലുകളും ദൂത് അറിയിക്കപ്പെടലുകളും സംഭവിച്ചിട്ടുണ്ട്. യഹോവയെ കോപിപ്പിച്ച ബയശയോട് ദൂതറിയിപ്പാൻ ദൈവം യേഹു എന്ന ഒരു പ്രവാചകനെ ഉപയോഗിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി വെച്ചു. നീയോ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം പാപം ചെയ്യിച്ചു. അതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നിർമൂലമാക്കും. ഈ പ്രവചനം പിന്നീട് അക്ഷരാർത്ഥത്തിൽ നിവർത്തിയായതായി നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുകയാണ്. 3ാമത്തെ രാജാവ് മദ്യപാനം മൂലം നാശം ഭവിച്ച ഏല എന്ന വ്യക്തിയാണ്. ബയശയുടെ മകനായ ഏല എന്ന രാജാവ് കേവലം 2 വർഷമേ ഭരണം നടത്തിയുള്ളൂ. അവനൊരിക്കൽ
തൻ്റെ രാജധാനിയുടെ വിചാരകനായിരുന്ന അർസയുടെ വീട്ടിൽ വെച്ച് മദ്യപിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ ഏലയുടെ രഥനായകനായിരുന്ന സിമ്രി എന്ന ഒരുവൻ അവിടേക്ക് ചെന്ന് ഏലയെ വെട്ടിക്കൊന്ന് സിമ്രി രാജാവായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലെ 4ാമത്തെ രാജാവായി തീർന്ന വ്യക്തി സിമ്രിയാണ്. ഏല എന്ന രാജാവിനെ കൊന്നുകൊണ്ട് രാജാവായി മാറിയ സിമ്രി കേവലം 7 ദിവസം മാത്രമേ രാജാവായിരുന്നുള്ളൂ. ഏല 2 വർഷമെങ്കിലും ഇരുന്നു. സിമ്രി ആകട്ടെ കേവലം 7 ദിവസമേ രാജാവായിരുന്നുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങൾ നോക്കുക. ബയേശയുടെ അഥവാ യെരോബിയാമിന്റെ കുടുംബത്തിലും ചാർച്ചയിലും ഉൾപ്പെട്ട പുരുഷപ്രജയൊക്കെയും അവൻ കൊന്നുകളഞ്ഞു. അത് അഹിയാവ്, യേഹു എന്നീ പ്രവാചകന്മാർ പ്രവചിച്ച ഒരു പ്രവചന നിവർത്തി കൂടിയായിരുന്നു. ഏല എന്ന രാജാവിനെ സിമ്രി കൊന്ന് പെട്ടെന്ന് രാജാവായി. ആ സമയത്ത് ഇസ്രായേലിലെ പട്ടാളക്കാർ ഫെലിസ്ത്യ നഗരമായ ഗിബത്തോൻ വളഞ്ഞിരിക്കുകയായിരുന്നു. ആ പട്ടാള ക്യാമ്പിലേക്ക് ഈ വാർത്ത അറിഞ്ഞു, രാജാവിനെ കൊന്നിട്ട് സിമ്രി എന്ന ഒരുവൻ രാജാവായി എന്ന്. ആ പട്ടാളക്കാര് എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക കാര്യം ചെയ്തു. പട്ടാളത്തെ 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ടായിരുന്നു, അർത്ഥ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അർത്ഥവിഭാഗത്തിൻ്റെ നേതാവ് തിമ്നയും മറ്റേ അർത്ഥവിഭാഗത്തിൻ്റെ നേതാവ് ഒമ്രിയുമായിരുന്നു. പാതി പട്ടാളക്കാർ ചേർന്ന് തിമ്നയെ രാജാവാക്കി, ബാക്കി പാതി പട്ടാളക്കാർ ചേർന്ന് ഒമ്രിയെ രാജാവാക്കി. പക്ഷേ ഒമ്രിയുടെ പട്ടാളക്കാർ തിമ്നയെ തൂത്തെറിഞ്ഞു. അങ്ങനെ ഒമ്രി എല്ലാ പട്ടാളക്കാരുടെയും പിന്തുണയുള്ള രാജാവായി മാറി. ആ സമയത്താണ് സിമ്രി എന്നൊരുവൻ രാജധാനിയിൽ കയറി ഭരണം നടത്തുന്നത്. ഒമ്രി പട്ടാള സഹിതം ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. കൊട്ടാരം വളഞ്ഞു. കൊട്ടാരം പിടിപെട്ടു എന്നറിഞ്ഞപ്പോൾ സിമ്രി എന്ന 7 ദിവസം മാത്രം രാജാവായിരുന്ന മനുഷ്യൻ കൊട്ടാരത്തിൻ്റെ ഉൾമുറിയിൽ കടന്ന് കൊട്ടാരത്തിന് തീ വെച്ചുകൊണ്ട് ആ കൊട്ടാരത്തിനുള്ളിൽ കിടന്ന് വെന്തു മരിച്ചു, ആത്മഹത്യ ചെയ്തു. കൊലപാതകം ചെയ്യുന്ന പലർക്കും ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളും ഇങ്ങനെയുള്ളതാണ് എന്നുകൂടെ ഓർക്കണം. ഇസ്രായേലിലെ 5ാമത്തെ രാജാവ് മകന്റെ വിവാഹ വിഷയത്തിൽ വീഴ്ച പറ്റിയ ഒമ്രി എന്ന മനുഷ്യനാണ്. സിമ്രിയെ കൊന്നുകൊണ്ട് ഒമ്രി രാജാവാകുന്നു. 12 വർഷം അവൻ ഇസ്രായേലിനെ ഭരിച്ചു. അതിൽ 6 വർഷം അവൻ തിർസ കേന്ദ്രമാക്കി ഭരിച്ചു. എങ്കിലും തുടർന്ന് 2 താലന്ത് വെള്ളിക്കാശ് കൊടുത്ത് ശേമർ എന്ന വ്യക്തിയോട് ഒരു മല വാങ്ങിച്ചു. ആ മലയാണ് പിന്നീട് ശമരിയ എന്നറിയപ്പെട്ടത്. ശേമരിൻ്റെ പേരിനെ തുടർന്നാണ് ശമരിയ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ തലസ്ഥാനം ശമരിയായി പ്രഖ്യാപിച്ചത്, നിയോഗിച്ചത് ഈ ഒമ്രി എന്ന രാജാവിൻ്റെ കാലത്താണ്. ഒമ്രി മുതലുള്ള എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരും ശമരിയ കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിട്ടുള്ളത്. ശമരിയെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായി പ്രഖ്യാപിച്ചത് ഈ പറഞ്ഞ ഒമ്രിയുടെ കാലത്താണ്. ഈ ഒമ്രി അയൽ രാജ്യങ്ങളുമായി രമ്യതയിൽ കഴിയാൻ ആഗ്രഹിച്ചവനാണ്. മാത്രമല്ല തൻ്റെ മകനായ ആഹാബിനു വേണ്ടി സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ മകളായ ഇസബേലിനെ ഭാര്യയായി എടുത്തു. ആ ഇസബേലിൻ്റെ ദുസ്വാധീനതയാലാണ് ബാലിൻ്റെ ആരാധന ഇസ്രായേലിലേക്ക് തുടങ്ങിയത് എന്നോർക്കണം. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അവൻ അധികം ദോഷം പ്രവർത്തിച്ചു. 6ാമത്തെ രാജാവ് നായ്ക്കൾ രക്തം നക്കിയ ആഹാബ് എന്നുള്ള വ്യക്തിയാണ്. ആഹാബിനെയും ഇസബേലിനെയും കുറിച്ച് നാം ധാരാളം ചിന്തകൾ കേട്ടിട്ടുണ്ട്. സന്ദർഭോചിതമായി സുപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ വിവരിക്കുകയാണ്. ഒമ്രിയുടെ മരണശേഷം മകനായ ആഹാബ് രാജാവായി. അവൻ പട്ടണങ്ങളെയെല്ലാം കോട്ടകൾ കെട്ടി ഉറപ്പിക്കുകയും ആനക്കൊമ്പുകൊണ്ട് ഒരു അരമന പണിയുകയും ചെയ്തു. അവൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ ദുസ്വാധീനതയാൽ ഇസ്രായേലിൽ ബാൽദേവനും ബാൽദേവന്റെ ഭാര്യയായ അശേര ദേവിക്കും വേണ്ടി
ക്ഷേത്രങ്ങളും പൂജാഗിരികളും ആഹാബ് പണിയിച്ചു. യഹോവയായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനം ബാലിന്റെയും അശേരയുടെയും ആരാധനയിലേക്ക് രാജപ്രേരണയാൽ, രാജ്ഞിയുടെ പ്രേരണയാൽ പിന്തിരിഞ്ഞത് മുഖാന്തരം ഏലിയ പ്രവാചകൻ അവരെ കർശനമായി ശാസിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽവയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. ഈ ഏലിയാവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത ജനം കർമ്മേലിലെ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്: ജനം കവിണ്ണു വീണു, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അഹാബിന്റെ ജീവിതത്തിൽ സംഭവിച്ച വേറെ 3 പരാജയം കൂടെ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ബാലാരാധനയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ശമരിയിലെ തന്റെ കൊട്ടാരത്തിന് സമീപമായി ഇസ്രായേലിയനായ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ ആഹാബ് ആഗ്രഹിച്ചു. ആഹാബ് നാബോത്തിനോട്, നിന്റെ ആ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാനായി തരണം. ഒന്നുകിൽ ഞാൻ അതിൻ്റെ വില തരാം, അല്ലെങ്കിൽ അതിന് പകരമായി സ്ഥലം തരാം. പക്ഷെ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. മനോഭാരമുള്ളവനായ ആഹാബ് കൊട്ടാരത്തിലേക്ക് ചെന്നു. അത് കണ്ട് ഭർത്താവ് വ്യസനിച്ചിരിക്കുന്നത് കണ്ട ഈസബേൽ കാര്യം അന്വേഷിച്ചു. നാബോത്തിന്റെ നിലം ഞാൻ നിനക്ക് കൈവശപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവൾ ഒരു കുൽസിത ബുദ്ധി ഉപയോഗിച്ചു. ആഹാബിന്റെ പേര് വെച്ച് ഒരു കത്തെഴുതി. അതിൽ ആഹാബിന്റെ മുദ്രബോധനം കൊണ്ട് ഒപ്പിട്ടു. ഒരു പ്രാർത്ഥനായോഗം ക്രമീകരിക്കാനാണ് അവൾ ആ കത്തിലൂടെ ജനത്തോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് നാബോത്തിനെ അതിൽ വിളിച്ചിരുത്തണമെന്നും നീചരായ ചിലരെ നാബോത്തിനെതിരെ നിർത്തണമെന്നും അവൾ അതിൽ നിർദ്ദേശിച്ചു. ആ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് നീചരായ 2 സാക്ഷികൾ നാബോത്തിനെതിരെ സാക്ഷ്യം പറഞ്ഞു. ഇവൻ രാജാവിനെയും ദൈവത്തെയും ദുഷിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കും. അങ്ങനെ ആ ജനത നാബോത്തിനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. എറിഞ്ഞു കൊന്നിട്ട് ഇവൾ വന്ന് ഭർത്താവിനോട്, ഇനി ആ നിലം നീ കൈവശമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ആഹാബ് എഴുന്നേറ്റ് നാബോത്തിന്റെ നിലം കൈവശമാക്കാൻ പോകുന്ന വേളയിൽ ഏലിയ പ്രവാചകൻ അവനെ എതിരേറ്റി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: നിരപരാധിയായ നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി, നിന്റെ രക്തവും നായ്ക്കൾ നക്കും. മാത്രമാണോ, അവന്റെ ഭാര്യയെക്കുറിച്ചും പറഞ്ഞു, അവളുടെ മാംസം നായ്ക്കൾ തിന്നും. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുകൂടെ ഞാൻ പറയാം. ചരിത്രത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ഒരുവൻ എതിർശിയ അമ്പെടുത്ത് ആഹാബിന് നേരെ തൊടുത്തുവിട്ടു. അമ്പവന്റെ ചങ്കിന് തുളച്ചു കയറി. വൈകുന്നേരം വരെ അവൻ ആ രഥത്തിൽ പിടിച്ചു നിന്നുവെങ്കിലും വൈകുന്നേരമായപ്പോൾ അവൻ രഥത്തിൽ വീണു മരിച്ചു. ആ രഥം ശമരിയിലെ കുളത്തിൽ കൊണ്ടുപോയി കഴുകി. ആ രഥം പോയിടത്ത് എല്ലാം രക്തമിറ്റിറ്റു വീണു. നായ്ക്കൾ ആ രക്തം നക്കുകയുണ്ടായി. മാത്രമാണോ, ആഹാബിന്റെ ഭാര്യ ഇസബേലിനെ യേഹൂ രാജകൊട്ടാരത്തിൽ തള്ളി താഴെയിടാൻ നിർദ്ദേശിച്ചു. അവൾ താഴെ വീണു. അവളുടെ രക്തം ഭിത്തിയിലെല്ലാം തെറിച്ചു. യേഹൂ കൊട്ടാരത്തിലേക്ക് കയറി അല്പം ആഹാരം കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവളുടെ തലമണ്ടയും കൈപ്പത്തിയും കാലുകളും മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ള മാംസം നായ്ക്കൾ തിന്നുകളഞ്ഞു. എന്തുകൊണ്ട് ആ കൈപ്പത്തിയും ആ തലമണ്ടയും അവശേഷിച്ചു? നിരപരാധിയായ നാബോത്തിനെതിരെ കത്തെഴുതാൻ ഉപയോഗിച്ച, മുദ്ര കുത്താൻ ഉപയോഗിച്ച ആ കൈപ്പത്തി അവശേഷിച്ചു. കുരുട്ട് ബുദ്ധി ചിന്തിച്ച് ആ തലമണ്ട ബാക്കി നിർത്തി. ദുഷ്ടതയ്ക്ക് വേണ്ടി നടന്ന അവരുടെ കാലുകളും ബാക്കി വെച്ചു. ഇത് ചരിത്രത്തിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്: ദുഷ്ടത ചെയ്യുന്നവൻ നീളാൻ നിലനിൽക്കുകയില്ല. അവന്റെ ദുഷ്ടത ലോകത്തിന് ഒരു മുന്നറിയിപ്പായി രേഖകൾ അവശേഷിപ്പിക്കും. ആഹാബിന് സംഭവിച്ച മറ്റൊരു പരാജയം അരാം രാജാവായ ബെൻഹദദിനെ അവൻ കൊല്ലാതെ വിട്ടു എന്നുള്ളതാണ്. ബെൻഹദദ് രാജാവ് 32 രാജാക്കന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ആ ബൃഹത്തായ ശത്രുസേനയെ മനസ്സിലാക്കിയ ആഹാബ് കൊട്ടാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ഒക്കെ കൊടുത്തുവിട്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ബെൻഹദദ് അടങ്ങിയില്ല. നിന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിന്നെയും ഇങ്ങനെ വിലപേശാൻ തുടങ്ങി. മനസ്സുമെടുത്ത ആഹാബ് ഹൃദയവേദനയോടെ ഇരിക്കുമ്പോൾ ദൈവം ഒരു ദൈവപുരുഷനെ ആഹാബിന്റെ അടുക്കിലേക്ക് അയച്ചു.
യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെ നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയും. 1 രാജാക്കന്മാർ 20:13 മദ്യപിച്ചിരുന്ന ബെൻഹദദിന് നേരെ കേവലം 232 ബാല്യക്കാരും 7000 സൈനികരും കയറി ചെല്ലുകയും ഈ 32 രാജാക്കന്മാരെയും അവരുടെ സൈനികരെയും ഇസ്രായേൽ അത്ഭുതകരമായി പരാജയപ്പെടുത്തി. അടുത്ത വർഷം ഇതേ ബെൻഹദദ് പൂർവാധിക ശക്തിയോടെ ഇസ്രായേലിന് നേരെ വീണ്ടും വന്നു. എങ്കിലും പിന്നെയും ദൈവം ഒരു ദൈവപുരുഷനെ വിട്ട് ആഹാബിനോട് ദൂതറിയിക്കുകയും അപ്രാവശ്യവും അത്ഭുതകരമായി ആഹാബിന് അഥവാ ഇസ്രായേലിന് വിജയം ലഭിച്ചു. 1 രാജാക്കന്മാർ 20:27 മൂന്നാമത്തെ പ്രാവശ്യം ബെൻഹദിനെ കെട്ടി വലിച്ചുകൊണ്ട് ആഹാബിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ബെൻഹദദ് പറഞ്ഞ ഒരു ഉടമ്പടി കേട്ട് അവനെ ആഹാബ് കൊല്ലാതെ വിട്ടു. പിന്നത്തേതിൽ ആഹാബിനോടുള്ള ദൈവത്തിന്റെ ദൂതറിയിക്കപ്പെടുമ്പോൾ അവൻ ചെയ്തത് ഒരു കൊടിയ തെറ്റായിപ്പോയി എന്ന് ദൈവം പിന്നീട് അറിയിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 20:34 ആഹാബിനോട് ദൂത് പറയാൻ ദൈവം മൊത്തം 6 പ്രവാചകന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഏലിയാവിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. അല്ല, മൊത്തം 6 പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് യോശുവയുടെ ഒരു പ്രവചന നിവൃത്തിയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് ആഹാബ് രാജാവായി മാറുന്നത്. അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ പണ്ട് യോശുവ നടത്തിയ ഒരു പ്രവചനം നിവർത്തിയായതായി നമ്മൾ വായിക്കുന്നു. ആ കാലത്ത് ബേഥേലിനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത പുത്രനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. യോശുവയുടെ പുസ്തകം 6:26. രണ്ടാമത്തെ പ്രവാചകൻ ഏലിയാവാണ്. ആഹാബിന്റെ ദുഷ്ടതയുടെ കാലഘട്ടത്തിൽ ഏലിയ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകിയില്ലെന്ന്. അദ്ദേഹം പറഞ്ഞത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആവർത്തനം 11:16 നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ലേവ്യ 26:19 അല്ല ഞാൻ നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ഇരുമ്പും ഭൂമി ചെമ്പുമായി മാറും. ആവർത്തനം 28:29 ആകാശം ചെമ്പും ഭൂമി ഇരുമ്പുമായി മാറുമെന്ന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അതാണ് ആഹാബിന്റെ കാലത്ത് സംഭവിച്ചത്. 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്യാതിരുന്നു. ബെൻഹദദ് യുദ്ധത്തിന് വന്നപ്പോൾ ആഹാബിനോട് ദൂതറിയിച്ച ഒരു പ്രവാചകനായിരുന്നു. അത് 1 രാജാക്കന്മാർ 20:13 നമ്മൾ വായിക്കുന്നുണ്ട്. നാലാമത്തെ പ്രവാചകൻ ബെൻഹദദ് 2ാം പ്രാവശ്യം യുദ്ധത്തിന് വന്നപ്പോൾ ആഹാബിനോട് ദൂത് പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ്. 1 രാജാക്കന്മാർ 20:28 ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും. ആദ്യത്തെ പ്രാവശ്യവും അങ്ങനത്തെ ഒരു ദൂതാണ് ഒരു പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചത്. 5ാമത്തെ പ്രവാചകൻ തലപ്പാവ് കൊണ്ട് കണ്ണ് കെട്ടി മറച്ച ഒരു പ്രവാചകനാണ്. ആഹാബ് പോകുന്ന ഒരു വഴിയിൽ ഒരു ദൈവപുരുഷൻ ഒരു തലപ്പാവ് കൊണ്ട് തൻ്റെ കണ്ണ് മറച്ചുകൊണ്ടിരുന്നു. ആഹാബ് കടന്നു പോകുമ്പോൾ ഇവൻ ചെന്നിട്ട് ഒരു നാടകീയമായ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. പണ്ട് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ വന്ന് അവൻ്റെ പാപം ബോധവൽക്കരിച്ചതുപോലെ ഈ പ്രവാചകൻ ഇപ്പോൾ ആഹാബിനോട് സംസാരിക്കുകയാണ്. ആ ഭാവന ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ പട്ടാളത്തിൽ പോയിരുന്നു. അപ്പോൾ ഒരുവൻ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എൻ്റെ പക്കൽ സൂക്ഷിപ്പാനായി ഏൽപ്പിച്ചു. ഇവൻ രക്ഷപ്പെട്ടു പോയാൽ ഇവൻ്റെ ജീവന് പകരം നിന്റെ ജീവനെ എടുത്തു കളയുകയോ 1 താലന്ത് വെള്ളി പകരം കൊടുക്കുകയോ ചെയ്യണം. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 35 കിലോയാണ്. അപ്പോൾ അത്രമാത്രം ഭീമമായ ഒരു തുക കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ബന്ധപ്പെട്ട് അങ്ങുമിങ്ങും നോക്കിയിരിക്കുമ്പോൾ അവൻ ചാടിപ്പോയി. രാജാവ് പറഞ്ഞു, നീ വിധിച്ചതുപോലെ സംഭവിക്കട്ടെ, അവർ നിന്നെ കൊല്ലട്ടെ, അല്ലെങ്കിൽ നീ വെള്ളി കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ തലപ്പാവ് കെട്ടി പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ.
നിന്റെ പക്കൽ ബെൻഹദദിനെ, നിനക്കെതിരായി 2 പ്രാവശ്യം യുദ്ധത്തിന് വന്ന ബെൻഹദദിനെ 3-ാം പ്രാവശ്യം നിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടും അവനെ നീ വിട്ടയച്ചു. അത് നീ ചെയ്ത മഹാദ്രോഹമായിരുന്നു. അവന്റെ ജീവന് പകരം, ബെൻഹദദിന്റെ ജീവന് പകരം നിന്റെ ജീവൻ നഷ്ടമാകുമെന്നായിരുന്നു ആ 5-ാമത്തെ പ്രവാചകൻ പറഞ്ഞ ദൂത്. 6-ാമത്തെ പ്രവാചകൻ മീഖയാവാണ്. യഹോശാഫാത്തുമായി ഒത്തുകൊണ്ട് ആഹാബ് രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനാ യോഗം ക്രമീകരിച്ചു. യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്നറിയാൻ ദൈവാലോചന ചോദിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരെയും യോഗത്തിന് വിളിച്ചു എങ്കിലും മീഖയാവെന്ന ഒരു വ്യക്തിയെ മാത്രം വിളിച്ചില്ല. കാരണം മീഖയാവ് ആഹാബിന്റെ കുറ്റത്തെക്കുറിച്ച് പറയുന്നവനായിരുന്നു. എല്ലാവരുമായോ എന്ന് യഹോശാഫാത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഇനി ഒരുവനുണ്ട്, മീഖയാവ്. അവൻ എന്നെക്കുറിച്ച് നന്മയൊന്നും പ്രവചിക്കാറില്ല, അവനെ കൂടെ വരുത്താൻ പറഞ്ഞു. പ്രവാചകന്മാരെല്ലാവരും ആഹാബിന്റെ വിജയം ഉറപ്പാണ് എന്ന് പ്രവചിച്ചു. മീഖയാവ് മിണ്ടാതിരുന്നു. മീഖയാവിനെ നിർബന്ധിച്ചപ്പോൾ അവൻ കണ്ട ഒരു വെളിപ്പാട് അവൻ വിളിച്ചു പറഞ്ഞു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. 2 ദിനവൃത്താന്തം 18:16. അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ആഹാബ് ആ പടയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രമാണ് നാം ചിന്തിക്കുന്നത്. 7-ാമത്തെ വ്യക്തി മാളികയിൽ നിന്ന് വീണ് മരിച്ച അഹസ്യാവാണ്. ആഹാബിന്റെ മരണശേഷം അഹസ്യാവ് രാജാവായി എങ്കിലും അവൻ 2 വർഷമേ ഭരിച്ചുള്ളൂ. അഹസ്യാവിന്റെ ജീവിതത്തിലെ 3 പരാജയങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവൻ പിതാവിന്റെ പാപവഴികളിൽ തുടർന്നു എന്നുള്ളതാണ്. അപ്പനായ ആഹാബിന്റെയും അമ്മയായ ഇസബേലിന്റെയും വഴിയിൽ നടന്നു, അഥവാ ബാല് അശേര ആരാധന അവൻ തുടർന്നു. കൂടാതെ യൊരോബെയാമിന്റെ കാളക്കുട്ടി ആരാധനയിലും അവൻ പങ്കുചേർന്നു. 1 രാജാക്കന്മാർ 22:51 മുതൽ 53 വരെയുള്ള വാക്യം. 2, അവന്റെ 2-ാമത്തെ പരാജയം, ഇവൻ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ ശമരിയിലെ മാളിക മുറിയിൽ നിന്ന് താഴെ വീണ് അവൻ രോഗിയായി. അവന് സൗഖ്യം വരുമോ ഇല്ലയോ എന്നറിയണം. അതിനുവേണ്ടി എക്രോനിലേക്ക് ആളുകളെ അയച്ച് ബേൽസബൂബ് എന്ന ദേവനോട് ആലോചന ചോദിക്കാൻ അവൻ ശ്രമിച്ചു. അങ്ങനെ ആൾക്കാർ എക്രോനിലേക്ക് പോകുന്ന വഴിയിൽ ഏലിയാവ് അവർക്ക് നേരെ ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലേക്ക് ബേൽസബൂബിനോട് ആലോചന ചോദിക്കാൻ പോകുന്നത്? ഇത് നിമിത്തം അവൻ കട്ടിലിൽ നിന്നിറങ്ങാതെ അവൻ മരിച്ചു പോകും എന്ന കഠിനമായ ഒരു ദൂത് ഏലിയാവ് പറഞ്ഞു. അവർ തിരിച്ചു എന്ന് അത് പറഞ്ഞു. അഹസ്യാവ് ആ ദൈവപുരുഷന്റെ വേഷമേതയെന്ന് ചോദിച്ചു. അവൻ അരയ്ക്ക് തോൽവാറ് കെട്ടി രോമവസ്ത്രം ധരിച്ച പുരുഷനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഏലിയാവാണ് എന്ന് അഹസ്യാവ് മനസ്സിലാക്കി. ഏലിയാവിനെ പിടിച്ചു കൊണ്ടുവരാൻ 50 പേരടങ്ങുന്ന 3 സംഘത്തെ അയച്ചു. പക്ഷേ ഏലിയാവ് ആകാശത്തിൽ തീയിറക്കി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അവൻ സൗഖ്യം വരാതെ മരിക്കുകയാണ് ഉണ്ടായത്. അഹസ്യാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു പരാജയം, അവൻ ഭക്തനായ യഹോശാഫാത്തിനോട് സഖ്യത കൂടുകയും യഹോശാഫാത്തിന്റെ ജോലിക്കാരോടുകൂടെ പൊന്നു കൊണ്ടുവരാൻ വേണ്ടി തർശീശിലേക്ക് കപ്പലിൽ പോവുകയും ചെയ്തു. പക്ഷേ ദൈവം ആ യഹോശാഫാത്തിന്റെ കപ്പലുകളെ വരെ ഉടച്ചു കളഞ്ഞു. അതിൻ്റെ കാരണവും തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. യഹോശാഫാത്ത് എന്ന ഭക്തന്റെ കപ്പലുകൾ ഉടഞ്ഞു പോകാനുള്ള കാരണം അഹസ്യാവുമായി അവൻ സഖ്യത ചെയ്തത് ആയിരുന്നു. എട്ടാമത്തെ പ്രവാചകൻ മരുഭൂമിയിലെ ജലം കുടിച്ച യഹോരാം ആണ്. ആഹാബിനും ഇസബേലിനും ഉണ്ടായ മക്കളായ അഹസ്യാവിനും അവന്റെ സഹോദരനായ യഹോരാമിനും മക്കളില്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ സഹോദരനായ യഹോരാം അഥവാ യോരാം അവന് പകരം രാജാവായി. 12 വർഷമാണ് യഹോരാം ഇസ്രായേലിന് രാജാവായിരുന്നത്. അവൻ ഒരു നല്ല കാര്യം ചെയ്തു. അവൻ്റെ അപ്പനായ
ആഹാബ് ഉണ്ടാക്കിയ ബാൽ അശേര പ്രതിഷ്ഠകളെ മുഴുവൻ അവൻ ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞു. എങ്കിലും പൂർവീകനായ യൊരോബെയാം ഉണ്ടാക്കിയ കാളക്കുട്ടി ആരാധന മാത്രം അവൻ നീക്കിക്കളഞ്ഞില്ല. ഈ യെഹോരാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാബിൻ്റെ കാലത്ത് മോവാബ് രാജാവ് 2,00,000 ആടുകളുടെ രോമം കപ്പമായി ഇസ്രായേലിന് കൊടുത്തു പോന്നു. പക്ഷെ ആഹാബ് മരിച്ച ശേഷം ഈ രോമം കപ്പമായി കൊടുക്കുന്ന സമ്പ്രദായം മോവാബ് രാജാവ് നിർത്തിവെച്ചു. അപ്പോൾ യഹോരാം യഹൂദ രാജാവായ യഹോശാഫാത്തിനെയും കൂട്ടി മോവാബിനോട് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് കുടിക്കാൻ ജലം കിട്ടാത്ത ഒരു സന്ദർഭമുണ്ടായി. എന്താ ചെയ്യുക? അവർക്കും അവരുടെ മൃഗവാഹനങ്ങൾക്കും കുടിക്കുവാൻ വെള്ളമില്ല. നാം ദൈവത്തിൻ്റെ ആലോചന ചോദിക്കേണ്ടതിന് ഇവിടെ എങ്ങാനും ദൈവപുരുഷന്മാരുണ്ടോ എന്ന് യഹോശാഫാത്ത് അന്വേഷിച്ചപ്പോൾ ശാഫാത്തിന്റെ മകനായ ഏലിശ ഉണ്ട് എന്നറിയുകയാണ്. ഏലിശയുടെ അടുക്കൽ ഈ യഹോരാമും യഹോശാഫാത്തും കൂടെ ജലം ലഭിക്കുമോ എന്ന ദൈവാലോചന ചോദിക്കാനായി ചെന്നു. ഏലിശ ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ ദാസനായ യഹോശാഫാത്തിന്റെ മുഖത്തെ ഞാൻ ആദരിച്ചില്ലായിരുന്നു എങ്കിൽ യഹോരാമേ നിന്നോടിപ്പോൾ കരുണ കാണിക്കില്ലായിരുന്നു. യഹോശാഫാത്തിനോടുള്ള ബന്ധത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞു: ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. എന്താണ് സംഭവിച്ചത്? പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. 2 രാജാക്കന്മാർ 3:16 മുതൽ 20 വരെയുള്ള വാക്യം. ഏതോ വഴിയായി വെള്ളം വന്നതിൻ്റെ ഒരു കാരണം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. പണ്ട് ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നടന്നു പോകുമ്പോൾ ഏദോം രാജാവിൻ്റെ രാജ്യത്ത് കൂടെ ഒന്ന് കടന്നു പോകാൻ അവർ അനുവാദം ചോദിച്ചു. ഞങ്ങൾ നിന്റെ ദേശത്ത് കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ, നിന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല, ഞാനും എൻ്റെ കന്നുകാലികളും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. സംഖ്യാപുസ്തകം 20:17-19 വാക്യം. പക്ഷേ ആ ഏദോം രാജാവ് അവർ കടന്നു പോകാൻ അനുവദിച്ചില്ല. എവിടെ അവർക്ക് വെള്ളം വിലക്കപ്പെട്ടുവോ ആ ഏദോം വഴിയായി ഇപ്പോൾ വെള്ളം ഒഴുകി വരുന്നതായി അവർ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. യൊരോബെയാമിന് ശേഷം ഇസ്രായേലിൽ രാജാവായി മാറിയ 8 രാജാക്കന്മാരെ കുറിച്ചാണ് ഇന്ന് നാം പഠിച്ചത്. 1, അകാലത്തിൽ മരിച്ചുപോയ നാദാബാണ്. കേവലം 2 വർഷം മാത്രമേ അവൻ ഭരണം തുടർന്നുള്ളൂ. 2, പൊടിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ബയശയാണ്. പക്ഷേ അവൻ ദൈവത്തോട് വളരെ ദ്രോഹം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ബയശയുടെ ഗ്രഹത്തെ ദൈവം നിർമൂലമാക്കി കളയുമെന്ന് ദൈവം അറിയിച്ച ദൂത് പിന്നീട് ചരിത്രത്തിൽ നിവർത്തിയാവുകയുണ്ടായി. 3, മദ്യപാനം നാശമായി മാറിയ ഏലയാണ്. രാജധാനിയുടെ വിചാരകനായ അർസയുടെ വീട്ടിൽ അവൻ മദ്യപിച്ചിരിക്കുമ്പോൾ സിമ്രി എന്ന രഥനായകൻ അവനെ കൊന്നുകളഞ്ഞു. 4, 7 ദിവസം മാത്രം രാജാവായിരുന്ന സിമ്രിയാണ്. ഏലയെ സിമ്രി കൊന്ന കാര്യം പട്ടാളം അറിയുകയും ഒമ്രിയുടെ നേതൃത്വത്തിൽ കൊട്ടാരം വളഞ്ഞപ്പോൾ സിമ്രി എന്ന രാജാവ് രാജധാനിയിൽ കടന്ന് ആ കൊട്ടാരത്തിന് തീ വെച്ചുകൊണ്ട് താൻ അതിൽ ആത്മഹത്യ ചെയ്തു. 5, മകന്റെ വിവാഹ വിഷയത്തിൽ വീഴ്ച പറ്റിയ ഒമ്രിയാണ്. ഒമ്രി തൻ്റെ മകനായ ആഹാബിന് വേണ്ടി സീദോന്യ രാജാവായ യദ്ബാലിന്റെ മകളായ ഇസ്രവേലിനെ വിവാഹം ചെയ്തത് ഇസ്രായേലിൽ പിന്നീട് ബാൽ അശേര ആരാധനയ്ക്ക് പ്രേരകമായി മാറുകയും ഇസ്രായേലിൽ ഒരുപാട് അനർത്ഥങ്ങൾക്കും ആപത്തുകൾക്കും കാരണമായി തീരുകയും ചെയ്തു. 6, നായ്ക്കൽ രക്തം നക്കിയ ആഹാബാണ്. ആഹാബിൻ്റെ ജീവിതത്തിലെ പല പരാജയങ്ങൾ നാം കണ്ടു. ബാലിനും അശേരയ്ക്കും വേണ്ടി അവൻ പൂജാഗിരികൾ പണിതു. നിരപരാധിയായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ആ ഭക്തനായ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുകയുണ്ടായി. അതിൻ്റെ പരിണിത ഫലം എന്ന വണ്ണം ആഹാബിൻ്റെ രക്തം നായ്ക്കൾ നിൽക്കുകയും ഇസബേലിൻ്റെ മാംസം നായ്ക്കൾ തിന്നുകയും ചെയ്യുകയുണ്ടായി. ആഹാബിനോട് ദൂത് പറയാൻ ദൈവം ഉപയോഗിച്ച 6 ഇസ്രായേലി പ്രവാചകന്മാരെ പറ്റിയും നാം ചിന്തിക്കുകയുണ്ടായി. 7, മാളികയിൽ നിന്ന് വീണ് മരിച്ച അഹസ്യാവാണ്. ശമരിയിലെ കൊട്ടാരത്തിൽ താൻ പാർക്കുമ്പോൾ താൻ മാളിക മുറിയിൽ താഴെ വീണ് താൻ രോഗിയായി. സൗഖ്യമാകുമോ എന്നറിയാൻ എക്രോനിലേക്ക് ദൂതന്മാരെ അയച്ചപ്പോൾ
ഏലിയാവ് അവനോട് കഠിനമായ ദൂത് പറഞ്ഞു, നീ കട്ടിൽ നിന്നിറങ്ങാതെ മരിക്കുമെന്ന്. അവൻ യഹോശാഫാത്തിനോട് സഖ്യത ചെയ്തു എന്ന ഏക കാരണത്താൽ ദൈവം യഹോശാഫാത്തിൻ്റെ കപ്പലുകളെ പോലും ഉടച്ചു കളഞ്ഞു. 8 മരുഭൂമിയിലെ ജലം കുടിച്ച യഹോരാമാണ്. മോവാബിന് നേരെ യുദ്ധത്തിന് പോയപ്പോൾ വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ എലീശയോട് ആലോചന ചോദിച്ചു. ഈ താഴ്വരയിൽ കുഴിവെട്ടുവിൻ, മഞ്ഞ് കാണില്ല, മഴ പെയ്യുകയില്ല, പക്ഷേ കുഴികൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഏദോം രാജാവ് ഇസ്രായേൽ മക്കൾക്ക് വെള്ളം വിലക്കിയ അതേ ഏദോമിൽ കൂടെ വെള്ളം അവിടേക്ക് ഒഴുകി വന്നു. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8036991167 9946997525.